ഇന്ന് പുൽവാമയുണ്ടായിട്ട് ഈ ഭീകരാക്രമണം നടന്നിട്ട് 5 കൊല്ലം തികയുന്നു. പുൽവാമയിൽ ഭാരത മണ്ണിൻ്റെ കാവലാളുകളായ 40 ധീര ജവാന്മാരാണ് അവിടെ വീരമൃത്യു വരിച്ചത്. ഇതിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ കൊടുത്തു. ബാലാക്കോട്ടയിലെ പാക് ഭീകരതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു, നിരവധി ഭീകരന്മാരെ വധിച്ചു. പുറമെ നയതന്ത്ര തലത്തിലും ഇന്ത്യക്ക് പാകിസ്ഥാന് മേൽക്കൈ നേടാൻ ഈ സംഭവം വഴി ഉണ്ടായി. എന്തായിരുന്നു പുൽവാമയിൽ നടന്നത്? 2019 ഫെബ്രുവരി 14 ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് 2500ഓളം വരുന്ന CRPF ജവാന്മാർ 78 ബസ്സുകളുടെ വാഹനവ്യൂഹത്തിൽ ദേശീയപാത 44-ലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവന്തിപ്പോരയ്ക്കടുത്തുള്ള ലത്തിപ്പോരയിൽ വെച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സൈനിക വാഹനവ്യൂഹത്തിലേക്ക് ആദിൽ അഹമ്മദ് എന്ന ഭീകരൻ ഇടിച്ചു കയറ്റുകയായിരുന്നു. ഭാരത മണ്ണിന് കാവലാളായ 40 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഇവരിൽ മലയാളിയായ വയനാട് സ്വദേശി VV വസന്തകുമാറുമുണ്ടായിരുന്നു. ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യമാകെ പ്രതിഷേധം ഇരമ്പി. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. 12 ദിവസങ്ങൾക്കിപ്പുറം ഫെബ്രുവരി 26 പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ഭീകര ക്യാമ്പിൽ ഇന്ത്യ മിന്നലാക്രമണം നടത്തി. നിരവധി ഭീകരരെ വധിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ നയതന്ത്രത്തിന്റെ വിജയം കൂടിയായി മാറി പിന്നീട് നടന്ന സംഭവങ്ങൾ. പാകിസ്ഥാനുള്ള മോസ്റ്റ് ഫേവേർഡ് നേഷൻ പദവി ഇന്ത്യ പിൻവലിച്ചതിന് പുറമെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട് പാകിസ്ഥാനെ കരിമ്പട്ടികയിലാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ചൈനയുടെ എതിർപ്പ് മറികടന്ന് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി UN രക്ഷാസമിതി പ്രഖ്യാപിക്കുകയും ചെയ്തു. ധീര ജവാന്മാരുടെ വീരമൃത്യുവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ 24-ന്റെ പ്രണാമം. റിസർച്ച് ഡെസ്ക് 24.